ഷലോം സഹോദരങ്ങളെ, ഷബ്ബാത്ത് ഷലോം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ പോകുന്ന ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ, ഞാൻ നിങ്ങൾക്കൊരു വാണിംഗ് ആണ് തരാൻ ആഗ്രഹിക്കുന്നത്. അതായത് സുഡാനിലെ വംശഹത്യയെക്കുറിച്ച് നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടാവും അല്ലേ? ഭൂരിഭാഗം പേരും ചിലപ്പോൾ കേട്ടിട്ടുണ്ടാകില്ല. കാരണം അത് മീഡിയാസിന് ഒരു വിഷയമേ അല്ല, അല്ലെങ്കിൽ ഈ വിഷയം മാധ്യമ കച്ചവടത്തിൽ ഒരു സബ്ജക്റ്റായി എടുത്തിട്ടില്ല. അതുമല്ലെങ്കിൽ പല മാധ്യമങ്ങൾക്കും ഇതിനെ പറ്റിയൊക്കെ പറയാനായിട്ട് പേടിയാണ്. ഗാസയിലെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കണ്ണീരൊഴുക്കിയവർക്ക് ഇപ്പോൾ കണ്ണീരില്ല, പ്രതിഷേധമില്ല, റാലിയില്ല അല്ലേ? നൈജീരിയയിൽ സുഡാനിലെയൊക്കെ കാര്യങ്ങൾ അവരത് കേട്ട ഭാവം പോലും നടിക്കുന്നില്ല. കാരണം എന്താ? കൊല്ലപ്പെടുന്നത് ക്രിസ്ത്യാനികളും കൊല്ലുന്നത് ഇസ്ലാമിക ഭീകരരുമാണ്. അതാണ് അതിൻ്റെ കാരണം. നിങ്ങൾക്കറിയാമല്ലേ അല്ലേ? 2000 പേരാണ് വംശഹത്യക്ക് സുഡാനിൽ ഇരയായത്. അവർ നിരത്തി നിർത്തി വെടിവെച്ച് കൊന്നു. RSF എന്ന് പറയുന്ന മുസ്ലിം തീവ്രവാദി സേന. അപ്പോൾ നിങ്ങൾ എന്താ വിചാരിക്കുന്നത്? ക്രിസ്ത്യാനികളോടാണ് ഞാൻ കൂടുതലും സംസാരിക്കുന്നത്. ആ മരിച്ചവരെല്ലാം രക്തസാക്ഷികളായി എന്നാണോ ഒരു ക്രിസ്ത്യാനിയുടെ ചിന്ത? അങ്ങനെയാണ് നീ ചിന്തിക്കുന്നതെങ്കിൽ നിനക്ക് തെറ്റി. അവർ രക്തസാക്ഷികളല്ല, വെറും ബലിമൃഗങ്ങളാണ്. അതെങ്ങനെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. പക്ഷേ അതിനു മുൻപ് ഈ സംഭവം പല ക്രിസ്ത്യാനികളും അറിഞ്ഞിട്ടുണ്ടാവില്ല അല്ലേ? അതിന് കാരണം എന്താ? അതായത് ഏതെങ്കിലും പള്ളിയിൽ ഇടയലേഖനത്തിലോ മറ്റോ ഈ സംഭവം വായിച്ചോ? ഇല്ലല്ലോ. ഗാസയിലെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയും അവരുടെ പട്ടിണി കിടന്ന കുടുംബങ്ങൾക്ക് വേണ്ടിയിട്ടും പല സിസ്റ്റേഴ്സും അച്ഛന്മാരും ഒക്കെ കണ്ണീരൊഴുക്കുകയും അവരുടെയൊക്കെ സ്റ്റാറ്റസ് ഇടുകയും പ്രത്യേകിച്ച് ക്രിസ്ത്യാനികൾ എന്തൊക്കെ പുകിലുകൾ ഉണ്ടാക്കിയല്ലേ? അപ്പോൾ ഇതെല്ലാം മുൻനിരയിൽ ചെയ്ത ക്രിസ്ത്യാനിയെ, നിന്റെ സഹോദരൻ മരിച്ചു വീണത്, 2000 പേരെ വെടിവെച്ച് കൊന്നത് നീ അറിഞ്ഞോ? ഏതെങ്കിലും ഇടയലേഖനത്തിൽ പുരോഹിതരുടെ സംഗമ കൂട്ടായ്മയിൽ നിന്നെ അറിയിച്ചോ? ഇല്ലല്ലോ. അപ്പം എന്തേ? നിന്റെ സഹോദരര് കൊല്ലപ്പെടുമ്പോൾ നിനക്ക് കണ്ണീര് വരില്ലേ? എങ്ങാണ്ടും കിടക്കുന്ന ഗാസയിലെ ജനങ്ങൾ, കുഞ്ഞുങ്ങൾ കഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞ് ഈ കൊച്ചു കേരളത്തിൽ കണ്ണീരൊഴുക്കിയ നീ, നിന്റെ സഹോദരങ്ങൾ കൊല്ലപ്പെടുമ്പോൾ, ആ കുഞ്ഞുങ്ങൾ പട്ടിണി കിടക്കുമ്പോൾ എന്തേ നിനക്ക് കണ്ണീര് വരില്ലേ? അത് സഹോദരരല്ലേ? ശത്രുക്കളെ സ്നേഹിക്കണം എന്നാണല്ലോ, ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നാണല്ലോ പുരോഹിതന്മാർ സഭയിൽ പഠിപ്പിച്ചത് അല്ലേ? അതുകൊണ്ടാണോ ഇനിയിപ്പോൾ നിനക്ക് കണ്ണീര് കരച്ചിലൊന്നും വരാത്തെ? മൂഢജനതയെ എന്ന് പഠിക്കും ഈ ക്രിസ്ത്യാനികൾ. പുരവിഴുങ്ങാൻ വരുന്ന ഒരു സാധനത്തിൻ്റെ മുൻപിൽ വാതിലടച്ച് കണ്ണടച്ചിരുന്നിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? എന്തെങ്കിലും കാര്യമുണ്ടോ? സാത്താനാണ് ഈ ലോകത്തിൻ്റെ അധികാരി. അവൻ മുഴുവൻ രാജ്യങ്ങളെയും അവൻ്റെ അധീനതയിലാക്കാൻ ശ്രമിക്കുമ്പോൾ നീ ഇവിടെ സഹോദര സ്നേഹം തുളുമ്പി സാത്താനെ പോലും സ്നേഹിക്കാനാണ് പരിശ്രമിക്കുന്നത്. ഒരു കരണത്തടിച്ചവന് മറുകരണം കാണിച്ചു കൊടുക്കണോ എന്നാണല്ലോ അല്ലേ? പൊട്ട ക്രിസ്ത്യാനി, അത് കാണിക്കേണ്ടത് സഹോദരനോടാണ്, ശത്രുവിനോടല്ല. എത്ര പ്രാവശ്യം നിങ്ങളോട് പറയണം? സാത്താനോടല്ല. ആരാണ് സാത്താൻ എന്നും എങ്ങനെയാണ് അവൻ നമ്മളിലേക്ക് വരുന്നേ എന്നും അവൻ പ്രേതം പോലെ വന്ന് നിന്നെ പേടിപ്പിക്കാണോ? അല്ലല്ലോ. സാത്താൻ മനുഷ്യരൂപത്തിലാണ് ഇന്ന് നമ്മളോട് കടന്നു വരുന്നത്. വചനം എടുത്തിട്ടും കൂടിയാണ് അവൻ ഇന്ന് കടന്നു വരുന്നത്. അപ്പോൾ നീ അറിഞ്ഞിരിക്കണം അവനോട് എങ്ങനെ പ്രതികരിക്കണം എന്നൊക്കെ ഞാൻ പലതവണ പറഞ്ഞിട്ടും മനസ്സിലാകാത്ത ക്രിസ്ത്യാനിയെ പറഞ്ഞിട്ട് അറിയാത്തവൻ എന്താ പറയുക, ചൊറിയുമ്പോൾ അറിയും അല്ലേ? അതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കണേ. റോമിൽ 500 വർഷം പഴക്കമുള്ള ഒരു ലൈബ്രറി, ഒരു റൂം നിസ്കരിക്കാനായിട്ട് മുസ്ലിമുകൾക്ക് തുറന്നിട്ട് കൊടുത്തു അല്ലേ? ക്രിസ്ത്യാനികളുടെ പപ്പ ഇല്ലേ? ശത്രുവിനെ സ്നേഹിക്കാനായിട്ട് മാതൃക കാണിച്ചു കൊടുത്തു. ഇങ്ങനെ സ്നേഹിച്ച് ഇപ്പോൾ എന്താ അവസ്ഥ എന്ന് ചോദിച്ചാൽ, കേരളത്തിൽ ഇസ്ലാമിക തീവ്രവാദികൾ ക്രൈസ്തവരെ കൊല്ലാൻ തയ്യാറെടുക്കുന്നു എന്ന ന്യൂസിലാണ് ഇപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നത്. ഇത് കേട്ട് ചിരിക്കുന്നവരുണ്ടാവാം ക്രിസ്ത്യാനികൾ, ഇതെപ്പോൾ ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ എന്നൊക്കെ. സത്യമാണ്. താമരശ്ശേരി ബിഷപ്പിന് ഈരാറ്റുപേട്ടയിൽ നിന്ന് അബ്ദുൾ റഷീദിൻ്റെ ഒരു കത്ത്
പത്രം വായിക്കുന്നവർക്കറിയാം ഈ കത്തിൻ്റെ ലക്ഷ്യം എന്തായാലും. അതുപോലെ തന്നെ പള്ളുതുരുത്തി സെൻറ് റീത്ത സ്കൂളിൽ തട്ടത്തിൻ്റെ പ്രശ്നം പറഞ്ഞ് ഇസ്ലാം തീവ്രവാദികൾ പ്രശ്നം ഉണ്ടാക്കിയില്ലേ. അവരുടെ സ്വന്തം പള്ളിയിൽ പോലും ഈ പെൺകുട്ടികളെ കയറ്റില്ല, എന്നിട്ട് അന്യൻ്റെ സ്കൂളിൽ തട്ടമിടാൻ സമ്മതിച്ചില്ല എന്ന് പറഞ്ഞ് പ്രശ്നമുണ്ടാക്കിയപ്പോഴും അന്ന് ഗാസയിൽ തീവ്രവാദികളെ കൊന്നപ്പോൾ ഈ കൊച്ചു കേരളത്തിൽ പ്രത്യേകിച്ച് രാഷ്ട്രീയക്കാർക്ക് നൊന്തുവെങ്കിൽ കേരളത്തിലുള്ള ക്രിസ്ത്യാനികൾക്ക് പ്രശ്നം വരുമ്പോൾ അതൊന്നും ഈ പറഞ്ഞ എല്ലാ വകകൾക്കും ഒരു പ്രശ്നമല്ല എങ്കിൽ ക്രിസ്ത്യാനിയെ നീ ശ്രദ്ധിക്കണം, നീ മനസ്സിലാക്കണം എന്താണ് ഇന്ന് നടക്കുന്നതെന്ന്. നാളെ നിന്നെ അവർ വേട്ടയാടുമ്പോൾ ഈ പറഞ്ഞ എല്ലാവരും മൗനമായിരിക്കും. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നിനക്ക് പ്രതികരിക്കാൻ കഴിയുമോ? നീ പ്രതികരിക്കാൻ പഠിച്ചിട്ടുണ്ടോ? അറിയില്ല. കാരണം എന്താ? നിന്നെ പ്രതികരിക്കാൻ പഠിപ്പിച്ചിട്ടില്ല. എല്ലാ സഭയിലും എന്താ പഠിപ്പിക്കണേ? ക്ഷമിക്കാനും സ്നേഹിക്കാനും അല്ലേ, മറ്റുള്ളവരെ വിശ്വസിക്കാനും ഒക്കെയാണ് പഠിപ്പിക്കുന്നത്. യഥാർത്ഥ വചനത്തിൻ്റെ അർത്ഥം വളച്ചൊടിച്ച് സാത്താൻ വരുമ്പോഴും മറുകരണം കാണിച്ചു കൊടുക്കുന്ന ക്രിസ്ത്യാനി, നിന്റെ തലയും കൊണ്ട് സാത്താൻ പോകും. കർത്താവ് ക്ഷമിക്കാനും മറുകരണം കാണിച്ചു കൊടുക്കാനും പറഞ്ഞത് സ്വന്തം സഹോദരങ്ങളോടാണ്. എത്ര വട്ടം പറയണം? സാത്താനോടല്ല. ദൈവം യേശുവ എന്ന യഹൂദനായ മനുഷ്യനായി വന്ന് നമുക്ക് മാതൃക കാണിച്ചു തന്നിട്ട് പോയില്ലേ? അതെന്തായിരുന്നു ആ മാതൃക? സാത്താൻ വരുമ്പോൾ യേശുവ എങ്ങനെയാണ് മാതൃക കാണിച്ചു തന്നെ? ബൈബിളിൽ വളരെ ശാന്തമായിട്ട് സൗമ്യമായിട്ട് സ്നേഹിച്ച് ആണോ അവനോട് സംസാരിച്ചത്? അല്ലല്ലോ. സാത്താനിനെ ദൂരെ പോകുന്ന ആക്രോശിച്ചുകൊണ്ടാണ് യേശുവ നമുക്ക് മാതൃക കാണിച്ചത്. വചനമെടുത്തു വന്ന അവനെ വചനം കൊണ്ട് തന്നെ ഓടിപ്പിച്ച കഥയാണല്ലേ മരുഭൂമിയിലെ പരീക്ഷ. നിങ്ങൾ വായിച്ചു നോക്കി, മത്തായിയുടെ സുവിശേഷത്തിലൊക്കെ 4-ാം അധ്യായം വായിച്ചു നോക്കി. അവിടെ എന്താ കാണുന്നേ? സാത്താൻ വചനമെടുത്തുകൊണ്ടാണ് വന്ന യേശുവായി നേരിടാനായിട്ടല്ലേ. വചനത്തിൽ കൊടുക്കാൻ നോക്കി, നീ ദൈവപുത്രനാണെങ്കിൽ താഴേക്ക് ചാട്, നിന്റെ കാല് കല്ലിൽ തട്ടാതെ ദൈവദൂതന്മാർ താങ്ങിക്കൊള്ളുമെന്ന് വചനത്തിലുണ്ടല്ലോ എന്ന് പറഞ്ഞല്ലേ. അപ്പോൾ യേശുവ എന്താ പറഞ്ഞേ? നിന്റെ ദൈവമായ കർത്താവിനെ നീ പരീക്ഷിക്കരുത് എന്നും കൂടെ എഴുതിയിട്ടുണ്ട് എന്ന് പറഞ്ഞു അല്ലേ. പിന്നെ സാത്താൻ എന്ത് പറഞ്ഞു? ഇപ്പോൾ ഇവിടെ ആരുമില്ല, നീയും ഞാനും മാത്രമേ ഉള്ളൂ. നീ എന്നെ നമസ്കരിച്ചിട്ടുണ്ടെങ്കിൽ ഈ ലോകം മൊത്തം കാണിച്ചു കൊടുത്തിട്ട് ഈ ലോകത്തിലുള്ള സകലതും നിനക്ക് തരാമെന്ന് പറഞ്ഞല്ലേ. ഇന്നും അതാണ് സാത്താൻ പറയുന്നത്. നിങ്ങൾക്ക് ലോകസുഖങ്ങൾ വേണോ, കാറ് വേണോ, വീട് വേണോ, ജോലി വേണോ, കടം മാറണോ, നിങ്ങൾ എന്നെ നമസ്കരിക്കുക എന്നാണ് ഇന്നും പറയുന്നത്. അതുകൊണ്ടാണ് ഈ ക്രിസ്ത്യാനികൾ അനുഗ്രഹങ്ങളും അത്ഭുതങ്ങളും അന്വേഷിച്ച് പള്ളികൾക്ക് നടക്കുന്നത്. അവിടെ ചെല്ലുമ്പോൾ ചെറിയ ചെറിയ അനുഗ്രഹങ്ങളൊക്കെ കിട്ടുമ്പോൾ വിശ്വാസം കൂടും. സാത്താനാണ് പറയുന്നത്, നിങ്ങൾ എന്നെ നമസ്കരിക്കുക, ഈ ലോകത്തിലെ സുഖങ്ങളെല്ലാം നിങ്ങൾക്ക് തരാം എന്ന് കർത്താവിനോട് പോലും യേശുവായോട് പോലും പറഞ്ഞത് സാത്താനാണ്. നിങ്ങൾ ചിന്തിക്കുക. അപ്പോൾ അവിടെയൊക്കെ ആരാ ഇരിക്കുന്നതെന്ന് ബുദ്ധിയുള്ളവർക്ക് അതൊക്കെ മനസ്സിലാവും. കർത്താവ് എന്താ പറഞ്ഞേ? എന്നെ അനുഗമിക്കുന്നവർക്ക് കഷ്ടപ്പാടും ദുരിതങ്ങളായിരിക്കുമെന്നാണ് ദൈവം പറഞ്ഞിട്ടുള്ളത്. കാരണം നമ്മുടെ ലക്ഷ്യം നിത്യരാജ്യമാണ്. പിന്നെ നമുക്ക് ദൈവം അറിഞ്ഞ് ദൈവം നമ്മളെ സംരക്ഷിക്കും അല്ലേ. അതൊഴിച്ചാൽ കഷ്ടതകളിലും ദൈവത്തെ വിളിക്കാൻ പഠിക്കണമെന്നാണ് ദൈവം നമ്മളെ പഠിപ്പിച്ചത്. പക്ഷെ സാത്താൻ പറയുന്നത് കഷ്ടതകൾ വരുന്നത് ദൈവം നിങ്ങളെ ശിക്ഷിക്കുന്നതാണ്, നന്മകൾ വരുമ്പോൾ അനുഗ്രഹം തരാണ്. അപ്പം നിങ്ങൾ എന്നെ വന്ന് നമസ്കരിക്കുവിൻ. ഏതെങ്കിലും ഒരു പ്രതിമ പറയും, പ്രതിമയുടെ മുമ്പിൽ പോയി നമസ്കരിക്കുവിൻ, നിങ്ങൾക്ക് അനുഗ്രഹങ്ങൾ കിട്ടുമെന്ന്. ഇതിപ്പോൾ എൻ്റെ വിഷയമല്ല, ഞാൻ പറഞ്ഞതാണ്. അന്ന് യേശുവായോട് പോലും സാത്താൻ വന്ന് പറഞ്ഞത് അങ്ങനെയാണ്. അപ്പോൾ യേശുവ മിണ്ടാതിരിക്കുകയല്ല ചെയ്ത. യേശുവ സാത്താനെ കോപിച്ചുകൊണ്ട്, സാത്താനെ ദൂരെ പോ, നിന്റെ ദൈവമായ കർത്താവിനെ മാത്രമേ നമസ്കരിക്കാവൂ, അവിടുത്തെ മാത്രമേ ആരാധിക്കാവൂ എന്ന് എഴുതിയിരിക്കുന്നു എന്നാ പറഞ്ഞേ. അപ്പം നിങ്ങളുടെ ആ ഒരു കാഴ്ചപ്പാട് വെച്ച് യേശുവ സാത്താനെ നീ പോ, നീ എന്നോട് ഇങ്ങനെ പെരുമാറില്ലേ മകനെ, നീ പോ, നിന്നോട് ഇങ്ങനെയായിരിക്കും കർത്താവ് സംസാരിച്ചിട്ടുണ്ടാവുക. മണ്ടന്മാരെ അല്ലല്ലോ. സാത്താൻ വരുമ്പോൾ മറുകരണം കാണിച്ചു കൊടുക്കാനല്ല യേശുവ നമ്മളെ പഠിപ്പിച്ചത്. സമാധാനപരമായിട്ടല്ല യേശുവ സാത്താനെ
നേരിട്ടത്. ആക്രോശിച്ചുകൊണ്ട്. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. ദേവാലയത്തിൽ വാണിഭക്കാരുടെ മേശ തട്ടിമറിച്ചിട്ട് ചാട്ടവാറെടുത്തോ? അപ്പം അവിടെ സൗമ്യമായിട്ടാണോ യേശു അതൊക്കെ ചെയ്ത് ചാട്ടവാറെടുത്ത? മക്കളെ അവിടെ നിന്നൊക്കെ എഴുന്നേറ്റ് ഇറങ്ങിപ്പോ, ഇത് ദേവാലയമല്ലേ, ഇങ്ങനെയൊക്കെ ആയിരിക്കുമോ പറഞ്ഞിട്ടുണ്ടാവുക? അല്ലല്ലോ. ദൈവം യേശുവ എന്ന മനുഷ്യനായിട്ടാണ് ഈ ഭൂമിയിൽ ജീവിച്ചത്, നമ്മെപ്പോലെ മനുഷ്യനായിട്ട്. അപ്പം മനുഷ്യൻ്റെതായ എല്ലാ വികാരങ്ങളും വിചാരങ്ങളും ഒക്കെ യേശുവാക്കി അന്നുണ്ടായിട്ടുണ്ട്, ദൈവമായിട്ടല്ല അന്ന് ജീവിച്ചത്. അപ്പോൾ ആ ദേഷ്യവും എല്ലാം യേശുവ കാണിച്ചിട്ടുണ്ടാവും അവിടെ, ഇല്ലേ? അപ്പോൾ നിങ്ങൾ പറയും ക്രൂശ് മരണം, അല്ലേ? ക്രൂശ് മരണം, അറക്കപ്പെട്ട കുഞ്ഞാട് പോലെ എന്നൊക്കെ അല്ലേ, അവിടെ ക്ഷമയല്ലേ എന്നൊക്കെ നിങ്ങൾ പറയൂല്ലേ ക്രിസ്ത്യാനികൾ. നിങ്ങൾ ഒന്നോർക്കണം, ക്രൂശ് മരണം എന്നത് ദൈവത്തിൻ്റെ പ്ലാനായിരുന്നു. ആ പ്ലാനും പദ്ധതിക്കും അനുസരിച്ച് മകൻ എന്ന് പറഞ്ഞത് യേശുവ, ദൈവം ഭൂമിയിൽ മനുഷ്യനായി വന്ന ആ യേശുവ മകൻ, ആ മകൻ അനുസരിക്കുകയാണ് ചെയ്തത്. അപ്പൻ്റെ മുൻപിൽ അനുസരണയുള്ള കുഞ്ഞാടിനെ പോലെ നിൽക്കുകയാണ് ചെയ്തത്. എന്തിന്? ദൈവം തൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട് ദൈവം തന്നെ വന്ന് ക്രൂശ് മരണം കാഴ്ചവെച്ച് ദൈവം തന്നെ ആ വലിയ കാരുണ്യമാണ് അവിടെ കാണിക്കുന്നത്. അല്ലാതെ എല്ലാം ക്ഷമിക്കുന്ന യേശുവായുടെ കേവലം വൈകല്യമായിട്ട് ആ ക്രൂശ് മരണത്തിനെ ക്രിസ്ത്യാനിയെ നീ കാണരുത്. മനസ്സിലായ? മത്തായിയുടെ സുവിശേഷം 5:22 എന്താ പറയുന്നത്? സഹോദരനോട് കോപിക്കുന്നവൻ ന്യായവിധിക്ക് യോഗ്യനാകുമെന്നാ പറഞ്ഞത്. അവിടെയും എഴുതി വെച്ചിരിക്കുന്നത് സഹോദരൻ എന്നൊരു വാക്കുണ്ടെന്നേ. അപ്പം എന്താ ഈ സഹോദരൻ? അവിടെ സാത്താനല്ല, ശത്രുവല്ല, സഹോദരൻ എന്നാണ് അവിടെയൊക്കെ എഴുതി വെച്ചേക്കുന്നേ. അപ്പം സഹോദരന് ഇമ്പോർട്ടൻസ് ഉണ്ട്. നിങ്ങൾ ഉദ്ദേശിക്കുന്നമാർ രക്തത്തിൽ പിറന്ന സഹോദരന്മാരല്ല, ആത്മീയ സഹോദരൻ. ഈ ആത്മീയ സഹോദരനോടാണ് ക്ഷമിക്കേണ്ടത്, അല്ലാതെ സാത്താനോടല്ല. ആത്മീയ സഹോദരൻ ഒരു കരണത്തടിച്ചാൽ മറുകരണം കാണിച്ചു കൊടുക്കണം. കാരണം അത് അവൻ്റെ ഹൃദയത്തിൽ പശ്ചാത്താപത്തിൻ്റെ തീ കൂട്ടിയിടും. അല്ലാണ്ട് ശത്രു വരുമ്പോൾ മറുകരണം കാണിച്ചു കൊടുത്താൽ അവന് പശ്ചാത്താപം അല്ലാണ്ട് അവൻ്റെ തലയും കൊണ്ട് പോകും. മനസ്സിലായോ? ഞാൻ ശരിക്കും വിഷയത്തിലോട്ട് വരാം. അതായത് ഞാൻ പറഞ്ഞു വന്നത്, സാത്താൻ മതത്തിലുള്ളവർ അവൻ്റെ ദൈവത്തിന് വേണ്ടി നിന്നെ ബലിയർപ്പിക്കുമ്പോൾ നീ രക്തസാക്ഷിയല്ല. ആ ഒരു ചിന്ത നിന്റെ മനസ്സിലേ ഉണ്ടാവണ്ട. നീ ബലിമൃഗമാണ്. അത് ഓർമ്മിപ്പിക്കാനാണ് ഞാൻ ഇന്ന് നിങ്ങളോടുമായിട്ട് സംസാരിക്കുന്നത്. അതായത് യോഹന്നാൻ 16:2 കൃത്യമായിട്ട് പറയുന്നുണ്ട്, നിങ്ങളെ കൊല്ലുന്നവൻ എല്ലാം ദൈവത്തിന് വഴിപാട് കഴിക്കുന്നു എന്ന് വിചാരിക്കുന്ന നാഴിക വരുന്നു. യേശുവ പറഞ്ഞതാ, നിങ്ങളെ കൊല്ലുന്നവരെല്ലാം ദൈവത്തിന് വഴിപാട് കഴിക്കുന്നു എന്ന് വിചാരിക്കുന്ന നാഴിക വരുന്നു. അതാണ് ഇന്ന് സംഭവിക്കുന്നത്. അവരുടെ ദൈവത്തിൻ്റെ പേര് വിളിച്ച് അവർ നിന്റെ തല അറക്കുമ്പോൾ, നിന്റെ കഴുത്ത് അറക്കുമ്പോൾ ആരാ? നീ അവരുടെ ദൈവത്തിനുള്ള വഴിപാടാണ്, ബലിവസ്തുവാണ്. അല്ലാതെ നീ രക്തസാക്ഷിയല്ല ക്രിസ്ത്യാനിയെ. രക്തസാക്ഷി ആകണമെങ്കിൽ നീ നിന്റെ ദൈവത്തിന് വേണ്ടി മരിക്കണം. മനസ്സിലായോ? അല്ലാണ്ട് അവൻ്റെ ദൈവത്തിന് വേണ്ടി അവൻ നിന്നെ കൊല്ലുമ്പോൾ നീ വെറും ഒരു ബലിമൃഗം. നിന്റെ ദൈവത്തിന് വേണ്ടി ധൈര്യത്തോടു കൂടി നീ മരിക്കുമ്പോൾ നീ രക്തസാക്ഷിയാകും. അപ്പോൾ നീ പറയും, ക്രിസ്ത്യാനി ആയതുകൊണ്ടല്ലേ അവരൊക്കെ കൊല്ലുന്നത്, ഞങ്ങൾ ക്രിസ്ത്യാനി ആയതുകൊണ്ടല്ലേ കൊന്നത്, അപ്പോൾ അതുകൊണ്ട് ഞങ്ങളൊക്കെ രക്തസാക്ഷികളല്ലേ എന്ന് ചിന്തിക്കുന്നവരുണ്ടാവാം അല്ലേ? അപ്പോൾ നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, ഈ ഇസ്ലാം തീവ്രവാദികൾ ക്രിസ്ത്യാനികളെ മാത്രമല്ല കൊല്ലുന്നത്, ഹിന്ദുക്കളെ കൊല്ലുന്നുണ്ട്. പിന്നെ അവരുടെ തന്നെ കൂട്ടർ ഈ പ്രവൃത്തികളൊക്കെ എതിർക്കുന്ന അവരുടെ ആളുകളെയും കൊല്ലുന്നില്ലേ? ഇല്ലേ? അതായത് ഖുർആൻ 8:39 ലോകം മുഴുവൻ അല്ലാഹുവിൻ്റെ മതം ആക്കുന്നത് വരെ യുദ്ധം ചെയ്യണം എന്നാണ് എഴുതി വെച്ചേക്കുന്നത്. ഖുർആൻ 9:5 ബഹുദൈവ വിശ്വാസികളെ പതിയിരുന്ന് പിടികൂടി കണ്ടിടത്ത് വെച്ച് കൊന്നുകളയുക എന്നാണ് എഴുതി വെച്ചേക്കുന്നത്. അതുപോലെ അവരുടെ പുസ്തകം സൂറ 4:144 എല്ലാ ഇതര മതങ്ങളും കാഫിറുകളാണ്, അവരുമായി ചങ്ങാത്തം അരുത്, അവരെ ഉറ്റമിത്രമായി സ്വീകരിക്കരുത് എന്നൊക്കെ എഴുതി വെച്ചേക്കണേ. നിങ്ങൾക്ക് ഇതൊക്കെ സെർച്ച് ചെയ്ത് അറിയാൻ പറ്റും. മനസ്സിലായോ? അപ്പം ഇതെല്ലാം ചെറുപ്പം മുതലേ പഠിച്ചു വളരുന്ന ഒരു കുട്ടി വലുതായാലും എത്ര വിദ്യാഭ്യാസം ഉണ്ടായാലും അവൻ നിന്റെ ആത്മമിത്രമായാലും അവൻ്റെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിലെ ലക്ഷ്യം എന്തായിരിക്കും? ഇതൊക്കെ തന്നെ ആയിരിക്കും.
കാരണം അവരുടെ മതഗ്രന്ഥം ഫോളോ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ്. മനസ്സിലായോ? അവരുടെ ദൈവത്തെ അനുസരിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. അവരുടെ ദൈവമാരാ? സാത്താൻ. അപ്പം ആ സാത്താന്, അതായത് അതിന് എതിര് നിൽക്കുന്നത് അവരുടെ ആൾക്കാരാണെങ്കിൽ കൂടി അവർ കൊന്നുകളയുന്നേ. മനസ്സിലായോ? അല്ലാതെ നീ ക്രിസ്ത്യാനി ആയതുകൊണ്ട് മാത്രം നിന്നെ കൊല്ലണമല്ല. അപ്പം അതൊക്കെ നീ മനസ്സിലാക്ക്. നിങ്ങൾ കണ്ടിട്ടില്ലേ, കൊല്ലുന്നവനും തള്ളാഹു കുക്കുംബർ എന്ന് പറഞ്ഞ് അവരുടെ തല വെട്ടാൻ വേണ്ടി പോകുമ്പോൾ, കൊല്ലാൻ പോകുമ്പോൾ, ഈ ചാവാൻ പോകുന്നവർ, മരിക്കാൻ പോകുന്നവരും തള്ളാഹു കുക്കുംബർ എന്ന് പറഞ്ഞ് കരയുന്ന കാഴ്ചകൾ നിങ്ങൾ മീഡിയാസിൽ കണ്ടിട്ടില്ലേ? അപ്പോൾ സാത്താൻ്റെ അനുയായികൾ എത്ര സ്ട്രോങ് ആണെന്ന് നീ മനസ്സിലാക്ക് ക്രിസ്ത്യാനി. ബൈബിളിൽ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലേ, ഇരുട്ടിൻ്റെ മക്കൾ വെളിച്ചത്തിൻ്റെ മക്കളെക്കാൾ ബുദ്ധിമാന്മാരും ശക്തരുമൊക്കെ ആയിരിക്കുന്നു അല്ലേ. അപ്പം അത് വെറുതെയാണോ അങ്ങനെ പറയുന്നത്? അല്ല. എന്നാൽ നിന്നെയോ? അവരങ്ങനെയാണ് അവരുടെ മതത്തിനെ വളർത്തണത്. പെറ്റുപെരുകി എല്ലാം പിടിച്ചടക്കി ഈ ലോകം മൊത്തം സാത്താൻ്റെ കീഴിൽ വരുത്താൻ വേണ്ടി അവരങ്ങനെ പ്രാക്ടീസ് ചെയ്ത് അവരങ്ങനെ ചെയ്യുന്നു ഒത്തൊരുമയിൽ. പക്ഷേ ക്രിസ്ത്യാനിയെ നിന്നെ എങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്ത്? നീ ഒന്ന് ചിന്തിച്ചു നോക്കിയേ. നിന്നെ എന്താ പഠിപ്പിക്കുന്നത് നിൻ്റെ സഭ? നിന്നെ പഠിപ്പിക്കുന്നത് ശത്രു വന്നാലും ക്ഷമിക്കണം, അവനെ സ്നേഹിക്കണം, അല്ലേ, മറുകരണം കാണിച്ചു കൊടുക്കണം എന്നൊക്കെയാണ് നിന്നെ പഠിപ്പിക്കുന്നത്. ഇത് വചനത്തിൻ്റെ യഥാർത്ഥ അർത്ഥമല്ല. യഥാർത്ഥ അർത്ഥത്തെ മാറ്റിക്കളഞ്ഞ് കഴുതവർഗ്ഗങ്ങളാക്കി നിങ്ങളെ സഭകൾ മാറ്റി പഠിപ്പിച്ചു. അതിനാൽ തന്നെ യഥാർത്ഥ ശത്രുക്കൾ സാത്താൻ ആരാണ് എന്ന് ഇന്ന് ക്രിസ്ത്യാനിക്ക് അറിയില്ല. എത്ര പറഞ്ഞു കൊടുത്താലും സഹോദര സ്നേഹം തുളുമ്പുന്ന ഒരു ക്രിസ്ത്യാനി അത് വിശ്വസിക്കില്ല. എങ്ങാണ്ട് നടക്കുന്ന തീവ്രവാദികളെ അതിന് ഞങ്ങൾ എന്ത് ചെയ്യണം, എല്ലാവരും അങ്ങനെയാണോ എന്നൊക്കെയാണ് ഇപ്പോഴും ചോദിക്കുന്നത്. അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടറിയാത്തവർ ചൊറിയും പറയുമെന്ന്. നിങ്ങൾ ശത്രുക്കളെ മനസ്സിലാക്കി ജാഗരൂകരായിരിക്കാനാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. നിങ്ങൾ ഒന്നോർക്ക്, ആത്മീയ സ്വഭാവം വെളിപ്പെടുത്തേണ്ടത് ആത്മീയ സഹോദരനോട് മാത്രമാണ്, അല്ലാണ്ട് സാത്താനോടല്ല. നിങ്ങൾ യഹൂദരെ കണ്ടിട്ടില്ലേ? തോറ കൊണ്ട് ചുറ്റും മതിൽ കെട്ടിയവരാണ് ഇസ്രായേൽക്കാരല്ലേ, അല്ലേ? അവർ ദൈവത്തിൻ്റെ സ്വന്തം ജനമാണ്. എന്നിട്ടും അവർ യുദ്ധം ചെയ്യുന്നില്ലേ? അപ്പോൾ സ്വന്തം മക്കളുടെ സ്വഭാവം അങ്ങനെയും, ദത്തെടുത്ത നിന്റെ സ്വഭാവം എന്താ ഇങ്ങനെയായേ? നിങ്ങളുടെ രണ്ടുപേരുടെ അപ്പനൊന്നു തന്നെയല്ലേ? അതെന്താ അങ്ങനെയായി? നീ ചിന്തിച്ചിട്ടുണ്ടോ? നീ ആരാധിക്കുന്ന ദൈവം, നീ കടമെടുത്തിരിക്കുന്ന ദൈവം ഇസ്രായേലിൻ്റെ ദൈവമല്ലേ? എന്നിട്ട് ഇസ്രായേലിൻ്റെ മക്കൾ യുദ്ധം ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ സ്വന്തം മക്കളുടെ സ്വഭാവം അങ്ങനെയും, ദത്തെടുത്ത നിന്റെ സ്വഭാവം എന്താ ഇങ്ങനെയുമായിട്ട് ആയത്? നീ ചിന്തിച്ചിട്ടുണ്ടോ? ദൈവം യഹൂദരെ വഴി നടത്തിയത് നിന്നെ പോലെ മണകൊണാഞ്ചനായിട്ടല്ല, ധൈര്യമുള്ള അപ്പൻ്റെ മക്കളായിട്ടാണെന്നേ. അവനറിയാം സാത്താൻ വന്ന വൃത്തിയായിട്ട് അവൻ്റെ പെടലിക്കിട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ ക്രിസ്ത്യാനിയെ നീ എന്ത് പറയും? നീ എന്താ പറയാ? കണ്ടില്ലേ, യഹൂദന്മാർ യുദ്ധം ചെയ്യണ കണ്ടില്ലേ, അല്ലേ? അവർ സ്വന്തം മക്കളല്ല, ഞങ്ങളാണ് പുതിയ ഇസ്രായേൽക്കാർ, യഥാർത്ഥ ഇസ്രായേൽക്കാർ എന്ന് പറഞ്ഞ് എല്ലാവരെയും സ്നേഹിക്കാനും പ്രാക്ടീസ് ചെയ്യുന്നു. എൻ്റെ പൊന്ന് ക്രിസ്ത്യാനിയെ, എന്താണ് ആത്മീയത എന്ന് നിങ്ങൾ ആദ്യം തന്നെ പഠിക്കണം. അതൊരു അഭിനയമല്ലെന്നേ, അതൊരു അഭിനയിക്കാനുള്ളതല്ല, മറ്റുള്ളവരുടെ മുമ്പിൽ അഭിനയം കാഴ്ചവെക്കാനുള്ളതല്ല ഈ ആത്മീയത എന്ന് പറയുന്നേ. ഇന്ന് ക്രിസ്ത്യാനി മൊത്തം അഭിനയല്ലേ, അഭിനയിച്ച് തകർക്കാണ് സത്യക്രിസ്ത്യാനികൾ അല്ലേ. സ്വർഗത്തിൽ പോകാൻ ആത്മീയത അന്വേഷിക്കുന്നവരാണ് ഈ ക്രിസ്ത്യാനികൾ. ഭൂമിയിലുള്ള നാട്ടുകാരുടെ മുൻപിൽ ആത്മീയനാണെന്ന് കാണിക്കാനുള്ള നിന്റെ അഭിനയത്തിന് ദൈവം കൂട്ടുനിൽക്കില്ല. ദൈവം ഒരിക്കലും ദൈവം നമ്മുടെ ഹൃദയം അറിയുന്ന പരമോന്നതനാണെന്നേ. ദൈവത്തിനറിയാം നിന്റെ ചിന്തയൊക്കെ. നീ എന്താ അഭിനയിക്കുന്നതാണോ, നാളെ നീ എന്താവും, എന്താ നിന്റെ ഹൃദയത്തിൻ്റെ ലക്ഷ്യം എന്നൊക്കെ ഏറ്റവും കൂടുതൽ നീ ചിന്തിക്കുന്നതിന് മുൻപേ നിന്റെ ചിന്തകൾ അറിയുന്നവനാണ് ദൈവം. പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു എന്ന് പറഞ്ഞ് ഡാൻസ് കളിച്ച് ക്ഷമിക്കാനും സഹിക്കാനും ഒക്കെ പഠിപ്പിക്കുന്നതൊക്കെ കപടഭക്തിയാണ്. ആത്മാവ് വന്നിറങ്ങിയപ്പോൾ ദാവീദ് എന്താ ചെയ്തേ? ഗോലിയാത്തിൻ്റെ തല അറുത്തല്ലേ. അവൻ സാത്താൻ്റെ പ്രതിരൂപമായിരുന്നു ഗോലിയാത്ത്. അപ്പം അവൻ്റെ തല അറുത്തു. ശിംശോൻ എന്താ ചെയ്തേ?
പരിശുദ്ധാത്മാവ് വന്ന് ഇറങ്ങി. അവൻ പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിച്ചു. ലാസ്റ്റ് നിമിഷത്തിൽ ഒരു പ്രാവശ്യം കൂടി എനിക്ക് ആത്മാവിനെ തരണേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് പരിശുദ്ധാത്മാവ് വന്നപ്പോൾ അവൻ 3000-ഓളം പേരെ കൊന്നു അല്ലേ. ഏലിയാവ് ബാലിൻ്റെ പ്രവാചകന്മാരെ കൊന്നുകളഞ്ഞില്ലേ. പുതിയ നിയമത്തിലേക്ക് വന്ന നമ്മുടെ യേശുവായുടെ ശിഷ്യന്മാർ തന്നെ, പത്രോസ് കള്ളം പറഞ്ഞ അനനിയാസിനെയും സഫീറയും കൊന്നുകളഞ്ഞില്ലേ. പൗലോസ് കണ്ണ് കുരുടാക്കിയില്ലേ. ഇപ്പം നിങ്ങളതൊക്കെ പരിശുദ്ധാത്മാവ് വന്ന് നിറഞ്ഞപ്പോൾ സംഭവിച്ച കാര്യങ്ങളാണ് ഞാനിപ്പോൾ ഈ ബൈബിളിലൊക്കെ വായിച്ചത്. അല്ലാണ്ട് അവരെല്ലാം സാത്താൻ വരുമ്പോൾ സ്നേഹിച്ചും അവരോട് സമാധാനം കാട്ടിയല്ല ജീവിച്ചത്. സാത്താൻ ആരാണെന്ന് തിരിച്ചറിഞ്ഞാൽ പിന്നെ അവനോട് ഒരു ദയാദാക്ഷിണ്യവും കാണിക്കാൻ പാടില്ല. അത് സ്വന്തം സഹോദരനായാലും സ്വന്തം ഭർത്താവായാലും അപ്പനായാലും അമ്മയായാലും. മനസ്സിലായ? കർത്താവ് വെട്ടാൻ പറഞ്ഞ വെട്ടണം. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 5:22 പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്കറിയാലേ, പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾ എന്ത്? ക്ഷമ, സ്നേഹം, സൗമ്യത, വിശ്വസ്തതൊക്കെ. അപ്പം ഇതൊക്കെ കാണിക്കേണ്ടത് ശത്രുവിനോടോ സാത്താനോടോ അല്ല, ആത്മീയ സഹോദരനോട് കാണിക്കാനുള്ളതാ. അല്ലാണ്ട് സാത്താൻ വരുമ്പോൾ കാണിക്കാനുള്ളതല്ല. ഈ പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളൊക്കെ വെളിവോടുകൂടി ചിന്തിക്കുക. നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, ഈ ഇസ്ലാം തീവ്രവാദികൾ എന്തിനാ ജൂതന്മാരെ തിരഞ്ഞു പിടിച്ച് കൊല്ലുന്നത്? അവസാന ജൂതനെയും കൊല്ലുമെന്ന് ശപഥം ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? കാരണം അവനറിയാം, അതായത് സാത്താനറിയാം ഒറിജിനൽ ഏതാ ഡ്യൂപ്ലിക്കേറ്റ് ഏതാന്ന്. സാത്താൻ ദൈവരാജ്യത്തിലെ മക്കളെ തിരഞ്ഞു പിടിച്ച് ടാർഗറ്റ് ചെയ്യുന്നു എങ്കിൽ മറ്റുള്ള മക്കളെ എന്തുകൊണ്ടാണ് ടാർഗറ്റ് ചെയ്യാത്തത്? ഇപ്പോൾ യഹൂദന് ശേഷം മാത്രമാണ് ക്രിസ്ത്യാനികൾ അവർ വേട്ടയാടുള്ളൂ. എന്താ കാരണം? അവർക്കറിയാം ഡ്യൂപ്ലിക്കേറ്റ് ഏതാ ഒറിജിനൽ ഏതാന്നല്ലേ. മറ്റുള്ള ലോകത്തിൻ്റെ എല്ലാ മക്കളും സാത്താനുള്ളതാണെന്ന് സാത്താൻ അറിയാം. ഇന്ന് ഭൂമിയിലിരിക്കുന്ന ദൈവരാജ്യത്തിൻ്റെ മക്കളോടാണ് അവന് യുദ്ധം. എന്നാൽ ജൂതൻ കഴിഞ്ഞാൽ പിന്നീട് അവർ തിരിയുക ക്രിസ്ത്യാനികളുടെയും ഹിന്ദുക്കളുടെയോ ഇതര മതക്കാരുടെയും നേരെയായിരിക്കും. ഇന്നിപ്പോൾ നൈജീരിയയിലും അല്ലേ സുഡാനിലും മറ്റും കാണുന്ന ഈ ക്രിസ്ത്യാനി വേട്ട നാളെ കേരളത്തിലും വരും. അപ്പോൾ ഈ ഹമാസിനെയൊക്കെ ഹീറോ ആയി കണക്കാക്കിയവർ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ പ്രിയ സഹോദരരെ? നീ വിശ്വസിക്കുന്ന സഭാധികാരികളായിരിക്കും ആദ്യം അടിയറവ് പറയുക. അപ്പോൾ നിന്റെ ഗതിയൊക്കെ എന്താവും? എപ്പോൾ പറഞ്ഞിട്ടെന്ന് ചോദിച്ചാൽ മതി അല്ലേ. അതുകൊണ്ട് ഉണർന്ന് ചിന്തിക്കുക. നീ നടന്നു വന്ന വഴികൾ തെറ്റിപ്പോയി. പാരമ്പര്യത്തിൻ്റെ പേരും പറഞ്ഞ് നീ സഭയിൽ കടിച്ചു തൂങ്ങിക്കിടന്നാൽ നാളെ നീയും ഒരു ബലിമൃഗമാകും. രക്തസാക്ഷിയാകണമെന്ന് നിനക്ക് ആഗ്രഹമുണ്ടെങ്കിൽ സത്യം തിരിച്ചറിഞ്ഞ് പുറത്തേക്ക് വാ. എന്നിട്ട് അവന് ബലിമൃഗമായിട്ടല്ല നീ മരിക്കേണ്ടത്, യഹോശുവ മസിഹായ്ക്ക് വേണ്ടി നീ മരിക്കി. അപ്പോൾ നീ രക്തസാക്ഷിയാകും. അവൻ തല്ലാഹു അല്ലാതെ വേറെ ദൈവമില്ല എന്ന് പറയുമ്പോൾ നീ എന്ത് പറയണം? തിരിച്ച് നിന്നെ കൊല്ലാൻ പോകുമ്പോൾ നീ എന്ത് തിരിച്ച് പറയണം? നിന്റെ തല്ലാഹു ഫക്കറാണിടാ, ഞങ്ങളുടെ യഹോശുവ മസിഹായുടെ യഥാർത്ഥ ദൈവം, ലാഹിലാഹ ഇല്ലാഹ് യഹോശുവ മസിഹാഹ് എന്ന് മുഖത്ത് നോക്കി പറയാനുള്ള ധൈര്യം നിനക്ക് ഉണ്ടാവണം. അപ്പോഴേ നീ രക്തസാക്ഷിയാവുള്ളൂ. ആ ധൈര്യം കിട്ടണമെങ്കിൽ നിനക്ക് പ്രാക്ടീസ് ആവശ്യമുണ്ടെന്നേ. ആ സമയത്ത് അല്ലാതെ അങ്ങനെ ഒരു ധൈര്യം നിനക്ക് വരില്ല. നീ ഓടി ചെന്ന് പർദ്ദയിടും. ഞാൻ നീ പറയുന്ന ദൈവത്തെയും വിളിച്ച് നിന്നെ അനുസരിച്ച് ജീവിച്ചോളാം എന്ന് പറഞ്ഞ് അതാ ഉണ്ടാവുള്ളൂ. മനസ്സിലായ? നിന്റെ മുൻപിൽ ആരും ഉണ്ടാവില്ല. പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോഴും ഒരാളെയും കാണില്ല. ഒക്കെ അങ്ങനെ തന്നെ പോയിട്ടുണ്ടാവും. അപ്പം എന്താ ബൈബിളിൽ എഴുതിയേക്കുന്നത്? അജ്ഞാനികൾ ജ്ഞാനത്തിലേക്ക് ശ്രദ്ധ പതിപ്പിക്കാൻ കൂട്ടാക്കുന്നില്ല എങ്കിൽ അവർക്കുള്ള ശിക്ഷ തന്നെയാണ് അവരോടുള്ള ദയ എന്നാണ്. അപ്പോൾ അങ്ങനെയുള്ള ശിക്ഷയാണോ നിനക്ക് വേണ്ടത്, അതോ നിത്യരാജ്യത്തിലേക്കുള്ള എൻട്രി ആണോ നിനക്ക് വേണ്ടതെന്ന് ക്രിസ്ത്യാനിയെ നീ ചിന്തിക്കുക. ധൈര്യമുള്ള യഹൂദനെ പിന്തുടരുക, അല്ലാതെ ഈ നൈറ്റ് ഇട്ടവർ പഠിപ്പിക്കുന്ന കഴുതക്കൂട്ടങ്ങളായി മാറരുത് നിങ്ങൾ. കുരുടനെ നയിച്ചാൽ രണ്ടുപേരും കിണറ്റിൽ വീഴൂല്ലേ, എപ്പോഴും പറയാറില്ലേ. അപ്പോൾ നിത്യരക്ഷ എന്ന് പറഞ്ഞിട്ടുള്ളത് ദീർഘക്ഷമയുള്ളവർക്ക് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അല്ലാണ്ട് പെട്ടെന്ന് ഇപ്പം കിട്ടുമെന്ന് വിചാരിച്ചിരിക്കാനും പാടില്ല. ദീർഘക്ഷമയുള്ളവർക്കാണ് അനുഗ്രഹങ്ങളും നിത്യരാജ്യവും ഒക്കെ പറഞ്ഞിട്ടുള്ളതാണ് ബൈബിളിൽ ഉടനീളം നമുക്ക് കാണാൻ സാധിക്കാം അല്ലേ. ഒരു കഥ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഒരു പട്ടിയും ഒരു ആനയും ഒരുമിച്ച് പ്രഗ്നൻ്റായി. അപ്പോൾ പട്ടിയുടെ ഗർഭകാലം 2-3 മാസമേ ഉള്ളൂ അല്ലേ. പക്ഷെ ആനയുടേത് അങ്ങനെയല്ല,
18 മാസമുണ്ട്. അപ്പോൾ ഈ പട്ടി ആനയോട് പട്ടി 3 മാസം കഴിഞ്ഞപ്പോൾ പ്രസവിച്ചു. ഒരു 5-6 കുഞ്ഞുങ്ങളുണ്ടായി. ആന പ്രസവിച്ചിട്ടില്ല. ഒരുമിച്ചാണ് അവർ പ്രഗ്നൻ്റ് ആയത്. പട്ടി വീണ്ടും ഒരു 3 മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും പ്രസവിച്ചു. വീണ്ടും കുറച്ച് കുഞ്ഞുങ്ങൾ, അങ്ങനെ കുറേ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഈ പട്ടി ചെന്ന് ആനയോട് പറയാണ്, കളിയാക്കാണ്, ഞാൻ എത്ര പ്രാവശ്യമായി പ്രസവിക്കണേ, എത്ര കുഞ്ഞുങ്ങളെ ഞാൻ ഉണ്ടാക്കി, പക്ഷെ ഇതുവരെയായിട്ടും നീ ഒന്ന് പ്രസവിച്ച് കണ്ടില്ലല്ലോ, എത്ര നാളായിന്ന്. അപ്പം ആന പറയുന്നുണ്ട്, നീ നിൻ്റെ പട്ടിക്കുഞ്ഞുങ്ങളുടെ വിലയല്ല എൻ്റെ കുഞ്ഞിന്. മനസ്സിലായ? നീ പട്ടിക്കുഞ്ഞുങ്ങൾ ഇങ്ങനെ കുറേ പെറ്റിടും, പക്ഷേ എനിക്കുണ്ടാകാൻ പോകുന്നത് 18 മാസം ഞാൻ കാത്തിരുന്നിട്ട് എനിക്കുണ്ടാകാൻ പോകുന്ന ഒരു ആനക്കുട്ടിയുടെ വില നിനക്കറിയുമോ? മനസ്സിലായോ? അത് തമ്മിൽ നല്ല വ്യത്യാസം ഉണ്ടല്ലേ, പട്ടിയും ആനയും തമ്മിൽ. അപ്പം ഇത് എന്താണ്? അതായത് ക്ഷമ വേണം. ദീർഘകാലം ക്ഷമയുള്ളവർക്കാണ് അതിൻ്റെ ഫലം അനുഭവിക്കാൻ പറ്റുള്ളൂ. ഇതുപോലെ തന്നെയാണ് ദൈവാത്മാവിൻ്റെ വില. ദൈവാത്മാവുള്ള ഒരു വ്യക്തിക്ക് വിലയുണ്ടെന്നേ. അല്ലാണ്ട് 100 കൂട്ടം പട്ടികളെ മാതിരി ഉള്ള സാത്താൻ്റെ ആത്മാക്കൾക്ക് വിലയില്ല. അത് 100 അല്ല, 1000 അല്ല, ലക്ഷക്കണക്കിന് കാണും. പക്ഷേ ദൈവാത്മാവുള്ള വ്യക്തികളെ, ദൈവം തിരഞ്ഞെടുക്കുന്ന വ്യക്തികളുടെ വില അത് ചെറുതൊന്നുമല്ല, വലുത് തന്നെയാണ്. ദൈവം രക്ഷിക്കുക തന്നെ ചെയ്യും. പണ്ട് ഭക്തി കെട്ടവരുടെ ലോകത്തിൽ ജലപ്രളയം വരുത്തിയപ്പോൾ നീതിപ്രസംഗിയായ നോഹയെയും 7 പേരെയും ദൈവം കാത്തു പരിപാലിച്ചില്ലേ? ഭക്തി കെട്ട് നടന്ന സോദോം ഗൊമോറ ചുട്ടുകരിച്ച് കളഞ്ഞപ്പോൾ നീതിമാനായ ലോത്തിനെ വിടുവിച്ചില്ലേ? നിങ്ങൾ ചിന്തിക്ക്. പത്രോസിൻ്റെ ലേഖനത്തിൽ, 2-ാമത്തെ ലേഖനത്തിൽ 2:9, കർത്താവ് ഭക്തന്മാരെ പരീക്ഷയിൽ നിന്ന് വിടുവിപ്പാനും നീതികെട്ടവരെ ന്യായദിനത്തിലെ ദണ്ഡനത്തിനായി കാപ്പാനും അറിയുന്നവനല്ലോ എന്നാണ് പറയണേ. അപ്പം അതിനാൽ ധൈര്യമായിരിക്കെ. ദൈവത്തിൻ്റെ ആത്മാവാണ് നിൻ്റേതെങ്കിൽ, നീ ദൈവത്തിന് തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് എങ്കിൽ ദൈവം നിന്നെ കാക്കും. ദ്രവ്യാഗ്രഹത്തിൽ കൗശലവാക്കു പറഞ്ഞ് നിങ്ങളെ വാണിഭമാക്കുന്ന ദുരുപദേശാക്കളിൽ നിന്ന് ഓടി അകലെ നിങ്ങൾ. മനസ്സിലായ? അങ്ങനെയാണ് വചനം പറയുന്നത്. വചനം തന്നെ പറയുന്നതാണിത്. ദ്രവ്യാഗ്രഹത്താൽ കൗശലവാക്ക് ഉപയോഗിച്ച് നിങ്ങളെ വാണിഭമാക്കുന്നു, കച്ചവട വസ്തുവാക്കുന്നു എന്ന്. മനസ്സിലായോ? നിന്റെ പൈസ തട്ടാനായിട്ട്, നിന്റെ ആത്മാവിനെ രക്ഷിക്കാൻ എന്ന് പറഞ്ഞ് വ്യാജേന നിന്റെ അടുത്ത് വരുമ്പോൾ നിന്റെ വിലപ്പെട്ട ആത്മാവിനെ നീ ആ കണ്ട പാസ്റ്റർക്കും വചനം നേരാം വണ്ണം വ്യാഖ്യാനിക്കാൻ അറിയാത്ത ആ എന്താ പറയുക ദുരുപദേഷ്ടാക്കൾക്കും നിന്റെ ആത്മാവിനെ കൊടുക്കല്ലേ. അവർക്ക് പരിശുദ്ധാത്മാവില്ലാത്തവർ അവരത് കൊണ്ടുപോയി നശിപ്പിച്ച് നിന്റെ കയ്യിൽ തരും. അങ്ങനെ നീ നിത്യനരകത്തിന് കാരണമാകും. അപ്പോൾ ഞാൻ നിർത്താണ്. നിങ്ങൾ ചിന്തിക്കുക, തിരിച്ചു നടക്കുക, കഥകടച്ച് നിന്റെ സൃഷ്ടാവിനോട് സംസാരിച്ച് പഠിക്കുക. അല്ലാതെ എന്താ പറയുക, അത്ഭുതത്തിലും അനുഗ്രഹങ്ങൾക്കും വേണ്ടി, അല്ലെങ്കിൽ അതിൽ ആശ്രയം ഈ കണ്ട പ്രതിമയെ ഒക്കെ പോയി ആരാധിക്കാനായിട്ടും ഏറ്റുകൂടി നടക്കാനായിട്ടും ആ ഒരു മൺപ്രതിമയിൽ ആശ്രയം വെക്കാതെ യഥാർത്ഥ ദൈവത്തെ അന്വേഷിക്കുക. കാരണം നമുക്ക് സമയമില്ല, തീരെ സമയമില്ല. നമ്മുടെ ആവ വരാറായി. നിന്റെ വിലപ്പെട്ട ആത്മാവിനെ വെറും ബലിവസ്തുവായിട്ട് തീയിലെറിയാൻ കൊടുക്കാതെ നീ അതിൻ്റെ വാല്യൂ മനസ്സിലാക്കി പ്രാക്ടീസ് ചെയ്യ്. യഥാർത്ഥ ദൈവത്തെ അന്വേഷിക്കുക, ഇസ്രായേലിൻ്റെ ദൈവത്തെ അന്വേഷിക്കുക, യഹൂദനെ പിന്തുടര്. അല്ലാതെ നിനക്ക് രക്ഷയില്ല. അപ്പോൾ ഞാൻ ഇന്ന് പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് ഈ മരിച്ചുപോയ ക്രിസ്ത്യാനികളൊക്കെ രക്തസാക്ഷികളാണ് എന്ന്. അതൊക്കെ വെറും ബലിവസ്തുക്കളാണ് അവൻ്റെ ദൈവത്തിനോട്. അപ്പോൾ രക്തസാക്ഷി ആവണമെങ്കിൽ കുറച്ചൊക്കെ കഷ്ടപ്പെടണം. മനസ്സിലായ? ആര് കൊണ്ടുവന്ന് തരില്ല. അത് നീ തന്നെ ദൈവത്തെ അന്വേഷിക്കുന്നവനെ കണ്ടെത്താൻ പറ്റുള്ളൂ. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് ദൈവം സ്വർഗത്തിൽ നിന്ന് വീക്ഷിക്കുമ്പോൾ നിന്നെ കാണണമെങ്കിൽ നീ അന്വേഷിക്കണം. നീ ദൈവത്തെ അന്വേഷിച്ച് നടന്ന് ചെല്ലണം. അപ്പോൾ ദൈവം നിന്നെയും കണ്ടെത്തും. ദൈവം നിന്നെ തിരഞ്ഞെടുക്കും. മനസ്സിലായ? വചനം എന്താ പറയുന്നത്? ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്, നിങ്ങളെ എന്നെ അല്ല എന്നാ. ക്രിസ്ത്യാനിയായി ജനിച്ചത് കൊണ്ട് ഞാൻ യേശുവായിൽ വിശ്വസിക്കുന്നു എന്ന് നിങ്ങൾ പറയൂലേ. അപ്പം നിങ്ങൾ ദൈവത്തെ തിരഞ്ഞെടുത്തേ? മൂഢന്മാരെ ആണോ? അല്ലേ? അപ്പോൾ ദൈവം നിങ്ങളെ തിരഞ്ഞെടുക്കണമെങ്കിൽ നിങ്ങൾ ക്രിസ്ത്യാനി മാത്രം ആയതുകൊണ്ട് കാര്യമില്ല. നിൻ്റെ ആത്മാവിന് വാല്യൂ വേണം. അപ്പോൾ എങ്ങനെയാണ് ആ വാല്യൂ ഉണ്ടാക്കേണ്ടത്?
എന്നൊക്കെയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഞാൻ നിർത്താണ്. അപ്പോൾ ഇന്ന് ഞാൻ ഹീബ്രു ഓരോ വാക്ക് പഠിപ്പിക്കാറുണ്ടല്ലോ. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ കുറച്ച് പേരൊക്കെ എന്നോട് ഈ നമ്മളെ ശബാത്തിന് നമ്മൾ ദൂതന്മാർ സ്വാഗതം ചെയ്യാനായിട്ട് നമ്മളൊരു തുടക്കം തന്നെ ഷാലോം അലേഹിം ആ പാട്ട് പാടും അല്ലേ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചായിരുന്നു. അപ്പോൾ അതാണ് നിങ്ങൾക്കിന്ന് പറഞ്ഞു തരുന്നത്. ഷാലോം അലേഹിം മലാഹേ യശാരത് മലാഹേ അങ്ങനെ ആ വരി ഉണ്ടല്ലോ. അപ്പോൾ അത്യുന്നതൻ്റെ സന്ദേശവാഹകരെ നിങ്ങൾക്ക് സമാധാനം എന്നാണ് അതിൻ്റെ അർത്ഥം. അതിൻ്റെ അർത്ഥം രാജാക്കന്മാരുടെ പരമോന്നത രാജാവായ പരിശുദ്ധൻ വാഴ്ത്തപ്പെട്ടവനാകട്ടെ, അങ്ങനെ അർത്ഥം. പിന്നെ ഓരോ വരി കഴിഞ്ഞിട്ട് പിന്നെ റിപ്പീറ്റേഷനാണ് വരുന്നത്. ബറുനിലെ ഷാലോ ആ വരി വരുന്നുണ്ട്. അപ്പം അതിൽ സമാധാന ദൂതന്മാരെ, അത്യുന്നതൻ്റെ ദൂതന്മാരെ സമാധാനം നൽകി എന്നെ അനുഗ്രഹിക്കണമേ. പിന്നെ ബോർഹം ലഷാലോ ആ വരിയിൽ സമാധാന ദൂതന്മാരെ, അത്യുന്നതൻ്റെ ദൂതന്മാരെ സമാധാനത്തോടെ വരൂ. പിന്നെ ലാസ്റ്റ് സെൻഹെം ലഷാലോ മാലാഹേ അതുണ്ടല്ലോ. അതിൽ സമാധാന ദൂതന്മാരെ നിങ്ങളുടെ വേർപാട് സമാധാനത്തിലായിരിക്കട്ടെ. അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ അർത്ഥങ്ങൾ. അതായത് നമ്മൾ ശബാത്തിന് മുൻപ് ഈ സോങ് നമ്മൾ പാടുമ്പോൾ നമ്മുടെ സ്വർഗീയ ദൂതന്മാരെ നമ്മൾ വരവേൽക്കാനാണ് നമ്മൾ ഈ പാട്ട് പാടുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ആ ഷാലോം അലേഹിമിൻ്റെ പാട്ടിൻ്റെ അർത്ഥം. അപ്പോൾ ഞാൻ നിർത്താണ്. ഇതുവരെ എന്നെ കേട്ട എല്ലാവർക്കും തോദാ റബ്ബ തോദാ.